ഇന്നത്തെ വില്ലേജ് എഡിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിലിന് ഗംഗാവാലിപ്പുഴയിലെ അടിയൊഴുക്ക് തടസ്സം. ഈ സാഹചര്യത്തിൽ പുഴയിലിറങ്ങി പരിശോധന നടത്തുന്നത് പ്രയാസകരമാണെന്ന് നാവികസേന അറിയിച്ചു. ഇതോടെ അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള 10ാം ദിവസത്തെ രക്ഷാപ്രവർത്തനവും പ്രതിസന്ധിയിലായി. അതേസമയം വെള്ളത്തിനടിയിലുള്ള ട്രക്ക് അർജുന്റേതാണെന്ന് വെബ്സൈറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളുമായുള്ള സഹകരണത്തിന് കേരളം സെക്രട്ടറിയായി ഉദ്യോഗസ്ഥയെ നിയമിച്ചതിൽ നിലപാട് കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടിയ വിദേശകാര്യ മന്ത്രാലയം കെ വസുകി IASന്റെ പുതിയ നിയമനത്തിൽ കേരളത്തിന് താക്കീതും നൽകി. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വിഷയങ്ങളിൽ കൈകടത്തരുതെന്ന താക്കീതാണ് കേരളത്തിന് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ബീഫിന്റെ കയറ്റുമതിയിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനം. കഴിഞ്ഞ വർഷം 1.5 മില്യൺ മെട്രിക് ആണ് കയറ്റി അയച്ചത്. കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ബ്രസീൽ ആണ്. 50 രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ ബീഫ് കയറ്റി അയക്കുന്നത്. വിയറ്റ്നാമാണ് ഏറ്റവും വലിയ വിപണി. മലേഷ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിലും ഇന്ത്യൻ ബീഫിന് വലിയ ഡിമാൻഡുണ്ട്. ഡൽഹി മദ്യനയ കേസിൽ തീഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി നീട്ടി. CBI കേസിലാണ് നടപടി. ആഗസ്റ്റ് 8 വരെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി നീട്ടിയത്. റൌസ് എവന്യൂ കോടതിയുടേതാണ് ഉത്തരവ്. മനീഷ് സിസോദിയയുടെ UMBRS നേതാവ് കെ കവിതയുടെയും കസ്റ്റഡി കാലാവധിയും നീട്ടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 51,200 രൂപയും ഗ്രാമിന് 95 രൂപ കുറഞ്ഞ് 6,400 രൂപയിലുമാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. രാജ്യത്തെ ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്വർണ്ണവില 2,000 രൂപ കുറഞ്ഞിരുന്നു. പവന് 51,960 രൂപയിലും ഗ്രാമിന് 6,495 രൂപയിലുമാണ് കഴിഞ്ഞ 2 ദിവസമായി വ്യാപാരം. INTUC നേതാവായിരുന്ന അഞ്ചൽ രാമഭദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമടക്കം 14 പേർ കുറ്റക്കാർ. തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയാണ് വിധി പറഞ്ഞത്. കേസിൽ CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ അടക്കം 14 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. അതേസമയം കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ S ജയമോഹൻ അടക്കം 4 പേർക്കെതിരെയുള്ള കുറ്റം തെളിയിക്കുവാൻ സാധിക്കാത്തതിനാൽ ഇവരെ കോടതി വെറുതെ വിട്ടു. ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിൽ കനത്ത മഴ. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കം. വെള്ളിയാഴ്ച രാവിലെ വരെ കനത്ത മഴ തുടരുമെന്ന പ്രവചനത്തോടെ കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലേർട്ട് ഇറക്കി. അന്തേരി, ചേമ്പൂർ, സിയോൺ തുടങ്ങിയ പ്രദേശങ്ങൾ വെള്ളത്തിലായി. വൻ ഗതാഗത കുരുക്കിൽ അമർന്നിരിക്കുകയാണ് മുംബൈ. നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. പലതും വൈകി. യാത്രക്കാർക്ക് റീഫണ്ടോ പകരം യാത്രയോ അനുവദിക്കുമെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. നഗരത്തിൽ വെള്ളം എത്തിക്കുന്ന 7ൽ 2 തടാകങ്ങളും നിറഞ്ഞൊഴുകി. രക്ഷാദൌത്യത്തിന് NDRFന്റെ കൂടുതൽ ദൌത്യസേനയെ സജ്ജമാക്കിയിട്ടുണ്ട്. മലപ്പുറം കൊണ്ടോട്ടിയിൽ പുളിക്കൽ പഞ്ചായത്തിൽ അരൂർ AM-UP സ്കൂളിൽ 20ലേറെ കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. പ്രതിരോധ നടപടികളുടെ ഭാഗമായി സ്കൂൾ താൽക്കാലികമായി അടച്ചു. ഈ മാസം 29 വരെ സ്കൂളിന് അവധി നൽകിയിട്ടുണ്ട്. സ്കൂൾ ബസ് ഇറങ്ങിയ വിദ്യാർത്ഥിനി അതേ വാഹനമിടിച്ച് മരിച്ചു. നാരങ്ങാപ്പറ്റ സ്വദേശി നൌഷാദിന്റെ മകൾ ഹിബയാണ് മരിച്ചത്. മണ്ണാർക്കാട് നെല്ലിപ്പുഴ DHSS സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. ബസ് ഇറങ്ങി റോഡ് മുറിച്ചു കിടക്കുന്നതിനിടയിൽ മുന്നോട്ടെടുത്ത ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാഴക്കുളം സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസഫ് കുഴികണ്ണിയലിനെ പള്ളിക്ക് സമീപമുള്ള കെട്ടിടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വ്യാഴാഴ്ച പുലർച്ചെ 5-നാണ് പള്ളിയുടെ പാചകപ്പുരയോട് ചേർന്നുള്ള കെട്ടിടത്തിൽ ഫാദർ ജോസഫിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച നടന്ന വാഴക്കുളം സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷങ്ങളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു. വികാരിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്തെന്ന് വ്യക്തമല്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. അനന്ത് അംബാനി രാധിക മർച്ചന്റ് വിവാഹത്തിന് ശേഷമുള്ള ആഘോഷങ്ങൾക്ക് ലണ്ടനിലെ 7 സ്റ്റാർ പദവിയുള്ള സ്റ്റോക്ക് പാർക്ക് ഹോട്ടൽ സെപ്റ്റംബർ വരെ മുകേഷ് അംബാനി ബുക്ക് ചെയ്തതായി ദി സൺ റിപ്പോർട്ട് ചെയ്തു. UK മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ, പ്രിൻസ് ഹാരി തുടങ്ങിയവർ ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ജൂലൈ 12-ന് നടന്ന വിവാഹവുമായി ബന്ധപ്പെട്ട് മുകേഷ് അംബാനി 5000 കോടിയോളം രൂപ ചെലവിട്ടതായി സ്ഥിരീകരിക്കാത്ത വാർത്തകളുണ്ടായിരുന്നു. വീട്ടിൽ കഞ്ചാവ് കൃഷി നടത്തിയ യുവാവിനെ എക്സൈസ് പിടികൂടി. വൈക്കം വെച്ചൂർ സ്വദേശി P ബിബിൻ എന്നയാളാണ് വീടിനകത്ത് കഞ്ചാവ് കൃഷി ചെയ്തത്. 4 കഞ്ചാവ് ചെടികൾ ഇയാൾ വീട്ടിൽ നട്ടു വളർത്തുന്നതായി എക്സൈസിന് രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നു. വൈക്കം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ G കൃഷ്ണകുമാറും സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്.
കൊല്ലം പോളയത്തോട് വാഹനാപകടത്തിൽ 3ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ദേവമാതാ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മരിച്ച വിശ്വജിത്ത്. കുട്ടിയെ സ്കൂളിലേക്ക് അയക്കാനായി വികലാംഗനായ പിതാവും മാതാവും കുട്ടിയും ഒരുമിച്ചാണ് മൂച്ചക്ര സ്കൂട്ടറിൽ കൊല്ലത്തേക്ക് പോയത്. പോളയത്തോട് ജംഗ്ഷന് സമീപം വെച്ച് സ്വകാര്യ ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ മറ്റൊരു വാഹനം എതിർദിശയിലെത്തിയതിനെ തുടർന്ന് വാഹനം ഇടതുവശത്തേക്ക് മാറ്റിയതിനെ തുടർന്നായിരുന്നു അപകടം സംഭവിച്ചത്. തുടർന്ന് കൊല്ലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് കുട്ടിയുടെ തലയിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. കുട്ടി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. വിശ്വജിത്തിന്റെ മാതാപിതാക്കൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. വീട്ടിൽ അതിക്രമിച്ചു കയറി 15 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചയാളെ കോടതി കഠിന തടവിന് ശിക്ഷിച്ചു. ശാന്തൻപാറ സേനാപതി പള്ളിക്കുന്ന് കൊല്ലികുന്നേൽ മേട് ഭാഗത്ത് തോട്ടുവായിൽ വീട്ടിൽ അനീഷിനെയാണ് 8 വർഷം കഠിന തടവിനും 60,000 പിഴയും ചുമത്തി ശിക്ഷിച്ചത്. ദേവികുളം ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് പോക്സോ കോടതി ജഡ്ജ് MI ജോൺസൺ ആണ് വിധി പറഞ്ഞത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.